കണ്ടാലും നീ അതൊന്നും പ്രതികരിക്കില്ല, അതൊക്കെ കണ്ട് ആസ്വദിക്കും. പക്ഷെ പ്രതികരിക്കുന്നത് ചെറിയ ചെറിയ സാധനങ്ങൾക്കാ, മനസ്സിലായ? അപ്പൊ നീ എന്ത് ചെയ്യും? സ്വന്തം അമ്മയുടെ വട വിൽക്കാൻ നീ മടിക്കത്തില്ല. സ്വന്തം അമ്മയുടെ വട എടുത്ത് വിറ്റ് കാശാക്കാനും നീ മടിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എക്സോവിൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഒരു കുഞ്ഞു പയ്യൻ. പക്ഷെ ആ പയ്യൻ ചെയ്യുന്ന വീഡിയോസൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ആ പയ്യൻ രേണുസുതിനെ കുറിച്ചിട്ട് വീഡിയോസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ രേണുസുതിയുടെ വാലയിൽ തൂങ്ങി നടക്കുന്ന ചില കൂട്ടുകാരികൾ എന്ന് പറയുന്ന അലവലാദികൾക്ക് ഇതൊക്കെ നല്ല രീതിയിൽ കൊള്ളുന്നുണ്ട്. അതിൻ്റെ റിയാക്ഷനാണ് സജിന വ്ലോഗ് എന്ന് പറയുന്ന അമ്മച്ചി കാണിച്ചത്. വിവരവും ബോധവും അടുത്തൂടെ പോയിട്ടില്ല. അത് ഈ പരട്ട തള്ള ആ കൊച്ചു ചെയ്ത ഒരു വീഡിയോയ്ക്ക് റിയാക്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 16 വയസ്സ് പ്രായമുള്ള പയ്യൻ്റെ അടുത്ത് സംസാരിച്ച രീതി ഒന്ന് കേൾക്കണം. ആ പയ്യൻ്റെ അമ്മയ്ക്ക് വരെ ഈ നാശം പിടിച്ച തള്ള വിളിച്ചിട്ടുണ്ട്. അതും പോരാഞ്ഞിട്ട് ആ ചെക്കൻ സെക്സ് വീഡിയോസ് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ രേണുസുതി ഈ രീതിയിൽ കാണുന്നത്. ആ പരട്ടക്കളവിക്ക് ആ തള്ളയുടെ വയറും മറ്റേ കാണിച്ച് നടക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അത് ആൾക്കാരെടുത്ത് റിയാക്ട് ചെയ്തതാണ് ഇവിടെ കുറേ എണ്ണത്തിന് സഹിക്കാൻ പറ്റാതെ അയക്കുന്നത്. ആയി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. അത് പ്രശ്നമായെന്ന് കാണുമ്പോൾ നിങ്ങൾ കുറേ ഡ്രിം ചെയ്ത് മാറ്റിയല്ലോ ആ പോസ്റ്റ് അല്ലെങ്കിൽ ആ വീഡിയോ. നിങ്ങൾ എന്തോ വിചാരിച്ചത്? നിങ്ങൾ ഡ്രിം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ആരുടെ കയ്യിലും കിട്ടത്തില്ലെന്നോ? അത് കിട്ടേണ്ട ആൾക്കാരുടെ കയ്യിലൊക്കെ കിട്ടിയിട്ടുണ്ട് അമ്മച്ചി, പ്രത്യേകിച്ച് ആ ചെറുക്കൻ്റെ കയ്യിൽ. അവനതായിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുമുണ്ട്. കുറച്ച് നാൾ അകത്ത് പോയിട്ട് കിടക്കുക, ജാമ്യം പോലും ഇല്ലാത്ത വകുപ്പിൽ നിങ്ങൾ അകത്ത് കിടക്കണം. നിങ്ങളുടെ കുത്തിക്കഴപ്പ് കുറച്ചങ്ങ് തീരട്ടെ. കണ്ടന്റുകൾക്കൊക്കെ നല്ല ക്ഷാമം വരും. അപ്പൊ നിനക്ക് വടയും പ്രിവിലേജും ഒന്നും കിട്ടത്തില്ല. രേണുസുതിയുടെ ബാക്കിയുള്ളവരുടെ രേണുസുതിയുടെ വടയും മറ്റേതൊക്കെ കണ്ട് ആസ്വദിക്കുക. രേണുസുതി ആര്? അപ്സരസോ അല്ലെങ്കിൽ ഐശ്വര്യ റായിയോ? ഈ ലൈംഗിക ദാരിദ്ര്യം എന്ന് പറഞ്ഞ സാധനം ഉള്ളവന്മാർ ചിലപ്പോൾ കണ്ട് ആസ്വദിക്കുമായിരിക്കും. എല്ലാവരെയും ആ കൂട്ടത്തിൽ കൂട്ടല്ലേ അമ്മച്ചി, കേട്ടാ? പുച്ഛാണ് നിങ്ങളുടെ രേണുസുതിയോട് എല്ലാവർക്കും. അത് മാത്രമേ ഉള്ളൂ. ആ തള്ളേനെ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആ തള്ളയുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാരും. നഗ്നമായ വീഡിയോ കണ്ടാലും നീ അതൊന്നും പ്രതികരിക്കില്ല, അതൊക്കെ കണ്ട് ആസ്വദിക്കും. പക്ഷെ പ്രതികരിക്കുന്നത് ചെറിയ ചെറിയ സാധനങ്ങൾക്കാ, മനസ്സിലായ? അപ്പൊ നീ എന്ത് ചെയ്യും? സ്വന്തം അമ്മയുടെ വട വിൽക്കാൻ നീ മടിക്കത്തില്ല. സ്വന്തം അമ്മയുടെ വട എടുത്ത് വിറ്റ് കാശാക്കാനും നീ മടിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നാണോ മാനോ ഉളുപ്പും വിവരവും ഉണ്ടാവണം സ്ത്രീയെ. അല്ലാണ്ട് വായി തോന്നിയത് വിളിച്ചു പറയുമ്പം ആ ഓപ്പോസിറ്റ് നിൽക്കുന്നത് കൊച്ചു പയ്യനാണെന്നോ അല്ലെങ്കിൽ വിവരമുള്ള ആൾക്കാരാണെന്നോ നോക്കണം. നിങ്ങൾക്ക് അത്ര കഴുപ്പ് മൂത്ത് നിൽക്കുവാണെങ്കിലേ നിങ്ങളെക്കാളും പ്രായമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെ നിങ്ങൾ റിയാക്ട് ചെയ്യും. തിരിച്ച് പറഞ്ഞു തരാം നല്ല പച്ച മലയാളത്തിൽ എന്താണെന്നുള്ളത്. അല്ലാണ്ട് ചെറിയ പിള്ളേരുടെ അടുത്തല്ല നിങ്ങളുടെ പോയി കാണിക്കേണ്ടത്. നിന്റെ കൂടെ കൂടാൻ നീ ആരാടാ? നീ ആരാന്നാ നിന്റെ വിചാരം? എന്റെ പൊന്നു മോനെ, നീ സ്കൂളിൽ പോകുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇങ്ങനെ ഉണ്ടെങ്കിൽ തലേന്ന് തന്നെ സ്കൂളിൽ വിടുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം സ്കൂളിൽ പോകുന്നവരാണെന്നാണെങ്കിൽ ടീച്ചർമാർ കാണാൻ സാധ്യതയുണ്ട്, കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ കാണാൻ സാധ്യതയുണ്ട്, അവരുടെ അമ്മമാർ കാണാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ളവൻ്റെ നീ കണ്ട ആമ്പിള്ളേരുടെ അല്ലെങ്കിൽ കണ്ടവരുടെ മക്കളുടെ കാര്യം നോക്കാതെ സ്വന്തമായിട്ട് വീട്ടിൽ കുറച്ച് പ്രൊഡക്റ്റ് ഇല്ലേ, പോയി അവരുടെ കാര്യം നോക്കുന്നള്ളേ. അല്ലെങ്കിൽ രേണുസുതിക്കുണ്ടല്ലോ മക്കള്, അവരുടെ കാര്യം നോക്ക്. കാരണം നീ ഈ പറഞ്ഞ പോലെ ആ പിള്ളേരും സ്കൂളിൽ പോകുന്നുണ്ട്, ടീച്ചറെ കാണുന്നുണ്ട്, ഫ്രണ്ട്സിനെ കാണുന്നുണ്ട്, എല്ലാത്തിനെയും കാണുന്നുണ്ട്. അവര് ഈ രേണുസുതി കാണിക്കുന്ന അപരാധവും കാണുന്നുണ്ടാവും. അവർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്ന ആ ചെറുക്കന് എന്ത് പ്രശ്നം ഉണ്ടാവാനാ? അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തുവാ? അവിടെ കാണുന്ന ടീച്ചേഴ്സിനെയും പെൺപിള്ളേരെയും കാണുമ്പോൾ ഇവന് വേറെ വല്ലതും ഉണ്ടാവുന്നതാണോ? നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായമുള്ള ആൾക്കാരെ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ ആൾക്കാരെയും കാണുമ്പോൾ നിങ്ങൾ മറ്റേ കണ്ണുകൊണ്ടായിരിക്കും കാണുന്നത് എന്നും പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരെയും ആ കണ്ണി കൂട്ടല്ലേ മോളെ. നല്ല നട്ടലുള്ള ആമ്പിള്ളേരുടെയും പെൺപിള്ളേരുടെയും കൈ കിട്ടിയ ചെവിക്കല്ലടിച്ച് പൊട്ടിച്ചെന്നിരിക്കും. ഇത്രയും ക്രിമിനൽ മൈൻഡ് ഈ ഒരു പ്രായത്തിൽ തന്നെ കണ്ട സെക്സ് വീഡിയോകൾ കണ്ട് അതിന് റിയാക്ഷൻ വീഡിയോ ചെയ്ത് 10 പൈസ ഉണ്ടാക്കുന്ന ഇവന്റെ കൂടെ ഒക്കെ സഹകരിക്കുന്ന പിള്ളേരുടെ ഭാവി തന്നെ എന്താവും? നിങ്ങൾ കണ്ടായിരുന്നോ അവൻ പോയി സെക്സ് വീഡിയോ കാണുന്നത്? തെളിവുണ്ടോ കയ്യില്? വായി തോന്നിയത് വിളിച്ചു പറയുമ്പോ ഉണ്ടെങ്കിൽ അതെടുത്ത് പുറത്തിടാൻ മച്ചി. അല്ലാണ്ട് വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ പാടാതെ. നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്ത് കാണിക്കി. ചില സമയം ഇപ്പുറത്തോട്ട് ചാടി 2 വെള്ളത്തിൽ കാലി വെക്കുന്ന അതേ അവസ്ഥ തന്നെ ഇവരുടെ കാര്യം വെച്ച് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തായാലും ഇവനിക്കൊക്കെ എന്തോ മറുപടി കൊടുക്കാനാ? എടാ, ആൾക്കാരെയൊക്കെ കണ്ട് അവരുടെ ഇൻസ്പിറേഷൻ ആയില്ലേ നീ ഓരോ ചെയ്യുന്നത്? അവന്റെയൊക്കെ അവന്മാരുടെയൊക്കെ തലമണ്ടേ വന്നു കിടക്കുന്ന ശാപങ്ങൾ എത്ര ഉണ്ടെന്ന് നിനക്കൊക്കെ അറിയാവോടാ? എടാ, വേണു അമ്മച്ചിക്ക് പിന്നെ ശാപമേ കിട്ടുന്നില്ല. എൻ്റെ പൊന്നമ്മച്ചി, ആ അമ്മച്ചീനെ രാവിലെയും പകലും ഇരുന്ന് പ്രാകുന്ന ആൾക്കാരാണ് ഈ കേരളത്തിലുള്ളത്. അറിയാവോ? ആ നാശം പിടിച്ച സാധനത്തിന്റെ വീഡിയോ കണ്ട് പ്രാകുന്ന ആൾക്കാരാണ് ഈ കേരളത്തിലെ അധികം ആൾക്കാരും. കാരണം എന്താണെന്നറിയോ?
ഫോൺ എടുത്ത് ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ തുറന്നു കഴിഞ്ഞാൽ ഈ അമ്മച്ചി അങ്ങ് വന്ന് നിൽക്കും. എത്രയൊക്കെ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്തു കഴിഞ്ഞാലും പിന്നെ എവിടെ നിന്നെങ്കിലൊക്കെ പൊട്ടി മുളച്ചുകൊണ്ട് വരും. അപ്പോൾ പിന്നെ ആൾക്കാർ ആരെയാ പ്രാകുന്നേ? ആ ചെറുക്കനെയാണോ അല്ലെങ്കിൽ ആ അമ്മച്ചിയെ റിയാക്ഷൻ ചെയ്യുന്നത് ഞങ്ങളെയാണോ? ഒന്ന് ആലോചിക്കണം കേട്ടോ. മുറ്റിപ്പോയന്മാരാ, മനസ്സിലായ? നീയൊക്കെ കിളുന്താ. ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും പൊന്നു മോനെ? ഇപ്പോഴും ചേച്ചി പറയുവാണ്, ചേച്ചിന്നൊന്നും വിളിക്കത്തില്ല, അമ്മയൊന്നും വിളിക്കത്തില്ല, ആൻറ്റി എന്നൊക്കെ വിളിക്കുന്നവനെ പുച്ഛ. ഇവർ പറയുവാണേ പൊന്നു മോനെ പോയിരുന്ന് പഠിച്ച് 10 പൈസ ഉണ്ടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നീ ഇതിലോട്ട് ഇറങ്ങും. അതായത് നിന്റെ ഒരു പ്രായം ആകുമ്പോൾ, ഒരു ക്രിവിലേജ് കണ്ട വികാരം തോന്നിയ, പൊക്കിൾ കണ്ട വികാരം തോന്നിയും അത് കണ്ട് ആസ്വദിക്കാനുള്ള പ്രായം വരുമ്പോൾ നീ അതിന് പ്രതികരിക്കാൻ ഇറങ്ങും. ഇപ്പൊ നിങ്ങളുടെ സംസ്കാരം എന്താണെന്നുള്ളത് ഈ ഒറ്റ വീഡിയോ തന്നെ മനസ്സിലാവുന്നുണ്ട് അമ്മച്ചി. നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കൾ നിങ്ങളുടെ അടുത്ത് വളരാതിരിക്കുന്നതായിരിക്കും ഭേദം. ചൈൽഡ് ലൈൻ്റെ ആൾക്കാർ ഇവരുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് നിന്ന് ആ മക്കളെ ഒന്ന് മാറ്റുക. കാരണം ഇവരുടെ ഈ സംസ്കാരത്തിൽ ആ മക്കൾ വളർന്നു കഴിഞ്ഞാൽ ഇവരെക്കാളും വലിയ തറയായിപ്പോവും. അവരുടെ ഭാവി നശിച്ചു പോവും. നിന്റെ സ്കൂളിലായാലും കോളേജിൽ പോകാനുള്ള പ്രായം എന്തായാലും ആയിട്ടില്ല. കൂടി പോയാൽ +1 +2 നിന്റെ അടുത്തിരിക്കുന്ന പെൺകുട്ടികളെ നീ ഏത് രീതിയിലായിരിക്കും നീ കാണുന്നത്? സ്വന്തം തന്തയും തള്ളയും ഒരു മുറിക്കകത്ത് അടച്ചിരുന്ന് എൻ്റെ പൊന്നുമോനെ ഇന്ന പൊക്കോ, പഠിച്ചില്ലേലും കുഴപ്പമില്ലടാ, വരുമാനമാണ് നമുക്ക് മുഖ്യം എന്നും പറഞ്ഞ് കൊടുത്തിട്ട് കണ്ട അവരാതെ വീഡിയോകൾ ഫുള്ള് പെണ്ണുങ്ങളുടെ ക്ലിവിലേജ് ആയാലും പൊക്കിളായാലും വടയായാലും സ്വന്തം കൂട്ടുകാർ ചെയ്യുന്നത് അപരാധമാണെന്നും കൂട്ടുകാർ ഒരു അപരാധിയാണോന്നല്ല അമ്മച്ചി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതേ അപരാധത്തിനെ വെച്ചിട്ടാണ് അമ്മച്ചി റീച്ച് ഉണ്ടാക്കുന്നത്. അത് അമ്മച്ചിക്ക് ഓർമ്മയുണ്ടോ? വായിന്ന് വരുന്ന വാക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് അമ്മച്ചി ഒന്ന് സൂക്ഷിക്കണ്ടേ? അപരാധം പിടിച്ചവളെ കണ്ട് സൂം ചെയ്ത് ആസ്വദിക്കുക, എന്നിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുക, 10 പൈസ ഉണ്ടാക്കുക. അത് മതി മോനെ എന്ന് പറഞ്ഞു കൊടുക്കുന്ന തന്തയും തള്ളയും വേണം ആദ്യം പറയാൻ. സമ്മതിച്ച് തന്നിരിക്കുന്നത് നിങ്ങളെ, സമ്മതിച്ച്. ഈ സ്മാർട്ട് നല്ലതാണ്. മക്കൾക്ക് സ്മാർട്ടിനെ വേണം, പക്ഷെ ഓവർ സ്മാർട്ട് ആവരുത്. ഇത് ഓവർ സ്മാർട്ട് മാത്രമല്ല, അതിലപ്പുറവും കടന്നു പോയിട്ടുണ്ട്. മര്യാദയ്ക്ക് മോനെ പറഞ്ഞ് മനസ്സിലാക്കുക. അവർ റിയാക്ഷൻ വീഡിയോ ചെയ്യുക, തുണി ഉരിഞ്ഞിട്ട് 18 വയസ്സിന് താഴെയുള്ള ആ കൊച്ച് അവൻ്റെ ഈ പ്രായത്തിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ആ കൊച്ചിൻ്റെ കഴിവ്. 10-30 വയസ്സായ തള്ള, അതായത് നിങ്ങളുടെ ഫ്രണ്ട് രേണുസുതി, അപരാധം കാണിച്ചിട്ട് റീച്ച് ഉണ്ടാക്കുന്നത് ഒരു കുഴപ്പമില്ല അല്ലേ? അത് നിങ്ങളുടെ കണ്ണിൽ കാണത്തില്ല അല്ലേ? അവൻ പൈസ ഉണ്ടാക്കുന്നതാണ് പ്രശ്നം, അല്ലാണ്ട് നിങ്ങളുടെ ഫ്രണ്ട് അപരാധം കാണിക്കുന്നതിന് കുഴപ്പമില്ല. ആദ്യം പോയിട്ട് നിങ്ങൾ പോയി നിങ്ങളുടെ ഫ്രണ്ടിനെ നന്നാക്കുതാളെ, എന്നിട്ട് മതി ബാക്കിയുള്ള ആൾക്കാരുടെ നെഞ്ചത്തോട്ട് കയറുന്നത്. പിഴച്ചു പോകുക എന്ത് ചെയ്താലും ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷെ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ അത് ആരെക്കുറിച്ച് പറയുന്നോ എന്ന് ആദ്യം ആലോചിച്ചിട്ട് പറയണം. അങ്ങനെ അല്ലെങ്കിൽ ചെറുതോ വലുതോ ഒന്നും നോക്കത്തില്ല. ഇത്രയും നാൾ ഞാൻ എൻ്റെ മക്കളുടെ ഏജിൽ കണ്ട് എൻ്റെ മക്കളെ താരതമ്യം ചെയ്ത് കണ്ടതുകൊണ്ടാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ പോലും ഇടാൻ മടിച്ചത്. അവൻ നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. നീ ആരാ മോനെ? നീ ആരാ? നിന്റെ വിചാരം എന്താണ്? നിനക്ക് സപ്പോർട്ടായിട്ട് കുറേ അപരാധ ബ്ലോഗേഴ്സ് ഉള്ളതാണോ നിന്റെ ധൈര്യം? പിന്നെ സ്വന്തം അച്ഛനും അമ്മയും പൈസ ഉണ്ടാക്കിയാൽ മതി, ഏത് രീതിയിലായാലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്ന് സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനും അമ്മയാണ് നിന്റെയൊക്കെ ധൈര്യം. എടാ, 10 പേരുടെ ശാപം ഒരുമിച്ച് വരുമ്പോൾ ഒരെണ്ണമെങ്കിലും തലമണ്ടയിൽ 16 വയസ്സിൽ അവൻ ക്യാമറനെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ ധൈര്യം തള്ളയൊന്ന് മനസ്സിലാക്കണം. എനിക്ക് ആ ധൈര്യം ഇല്ല. കാരണം ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കുന്നത് കുറച്ച് ചടപ്പുള്ള കാര്യമാണ് എനിക്ക്. പക്ഷേ അവൻ്റെ ആ പ്രായത്തിൽ അവൻ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ ഗഡ്സ് കൊണ്ടാണ്. മനസ്സിലായോ? പിന്നെ അവൻ ആരുടെയും സപ്പോർട്ടൊന്നും വേണ്ട, അവൻ ഒറ്റയ്ക്ക് അവൻ്റെ കാര്യങ്ങൾ നോക്കാൻ അറിയാം. പിന്നെ നിങ്ങളാരും സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം നിങ്ങൾ ആ രേണുസുതിനെ പോലെ അപരാധി പിടിച്ച് നടക്കുന്നത് തള്ളയെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആ ചെറുക്കനെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആ ചെക്കൻ്റെ കഴിവ്. നിങ്ങൾക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ കഴിവ് കേട്. മനസ്സിലായ? അപ്പൊ മോന്റെ ഏജിലുള്ള നിന്റെ പ്രായത്തിലുള്ള കാര്യങ്ങൾ എടുക്കുക, കണ്ടന്റ് ക്രിയേറ്റർ ആവുക, അതൊക്കെ നല്ല കാര്യമാണ്. സ്മാർട്ട് നല്ലതാണ്. ഓവർ സ്മാർട്ട് ആവാതിരിക്കുക. ഈ പ്രായത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യാതിരിക്കുക. അപ്പൊ കുറെ കുരുപൊട്ടി അമ്മമാരും അപ്പച്ചന്മാരും വന്നു എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് ആ കൊച്ചിന് നന്നായിട്ട് അറിയാൻ തള്ളേ. നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട. അവൻ അറിയാവുന്ന കാര്യങ്ങൾ അവൻ ചെയ്യട്ടെ. നിങ്ങളുടെ ഉപദേശം കണ്ടിട്ട് അവന് ആനമുട്ട പുഴുങ്ങി വെക്കാനൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഉപദേശം വേണ്ട. എന്തായാലും ആ പയ്യൻ കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് നാളകത്തടക്കാം. 18 വയസ്സിന് താഴെയുള്ള കൊച്ചിനെതിരെയാണ് നിങ്ങൾ ഇമാതിരി വൃത്തികേട് വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. നല്ല രസമായിരിക്കും. ജാമ്യമില്ല ആ കേസിൽ നമുക്ക് അകത്ത് പോയി കിടക്കാൻ പറ്റി കേട്ടോ. ശരി എന്നാൽ. ദൈവമേ, ഈ തള്ള കുറച്ച് നാൾ അകത്ത് കിടക്കണേ പ്രാർത്ഥിക്കുക. ഈ തള്ളയുടെ കൂടെ ആ രേണുസുതിയും കൂടെ പോയി കിടന്നാൽ മതിയായിരുന്നു. ശരി എന്നാൽ.